ഇതിങ്ങനെ ചീട്ടുകൊട്ടാരം വീണ പോലെ അങ്ങ് വീണുപോയി. അടുത്ത ഷോകൾക്ക് ആളില്ല. മോഹൻലാലിൻ്റെ ഒരു പടം ഫസ്റ്റ് ഡേ, ഫസ്റ്റ് ഷോയ്ക്ക് ആളില്ല, സെക്കൻഡ് ഷോ, അങ്ങനെ അങ്ങ് പോവുക. ലാലു കുറച്ചുകൂടെ വളരെ ബാലൻസ്ഡ് ആയിട്ട് കാര്യങ്ങളെ കാണാൻ കഴിയുന്ന ഒരാളാണ്. കാരണം എത്രയോ പടം ഓരോ ദിവസം ഓരോ ഇറങ്ങും, ഹിറ്റാവും, ഫ്ലോപ്പാവും. ഫസ്റ്റ് വേർഷൻ ഓർ സെക്കൻഡ് വേർഷൻ ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഷയിൽ, മലയാളം അല്ലാത്ത ഏതെങ്കിലും ഭാഷയിൽ ഞാൻ ചെയ്യും. ഈ കഥയുമായിട്ട് ചേർന്ന് നിൽക്കാത്തതല്ല, നമ്മൾ ആഡ് ചെയ്ത, നമ്മൾ ഫസ്റ്റ് തോട്ടിൽ നിന്നും ഇങ്ങനത്തെ ഒരു ആക്ടർ വന്നപ്പോൾ ഉണ്ടാക്കിയ മാറ്റങ്ങൾ വേണ്ട, ഇനി അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇനി ഇത് അതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് അവർ കാണട്ടെ, ആസ്വദിക്കട്ടെ. കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ജനപ്രീതിയും കലാമേന്മയും ഉള്ള ചിത്രത്തിലുള്ള അവാർഡ് കിട്ടി. ഞാൻ ആ അവാർഡ് മേടിച്ചില്ല, ഞാൻ പേടിക്കാൻ പോയില്ല, കാരണം അതിന് ജനപ്രീതി ഇല്ലായിരുന്നു. സാർ കണ്ട് കൾട്ടായി വന്നൊരു സിനിമയായിരുന്നു ദേവദൂതൻ. സാർ എന്നെ പറഞ്ഞിട്ട് ഇത്രയും സമർപ്പണത്തോടെ വേറൊരു സിനിമ ചെയ്തിട്ടില്ല എന്ന്. അത് വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പ്രേക്ഷകരോട് അവരിലുള്ളൊരു പ്രതീക്ഷ എങ്ങനെയാണ്? അല്ല, ഇതാണ് ഈ സിനിമ റിലീസ് ചെയ്യപ്പെടേണ്ടിയിരുന്ന സമയം എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് ഇങ്ങനെ ഒരു റിലീസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. കാരണം 2000 ഡിസംബറിൽ ഇത് റിലീസ് ചെയ്യുമ്പോൾ അത് സ്വീകരിക്കപ്പെട്ടില്ല, പൂർണ്ണമായിട്ടും തിയേറ്ററിൽ നിരാകരിക്കപ്പെട്ടൊരു സിനിമയാണ്. അന്നത്തെ ഒരു ജനറേഷൻ ഒരുപക്ഷെ ആ സിനിമയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ അന്ന് പ്രതീക്ഷിച്ചൊരു സിനിമയല്ല അവർ തിയേറ്ററിലെത്തിയപ്പോൾ കണ്ടത്. ഇതൊക്കെയാണ് അത്. പിന്നെ അത് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ താരത്തിൻ്റെ സാന്നിധ്യം. അദ്ദേഹം നരസിംഹം പോലെയുള്ള വലിയ സൂപ്പർ ഹ്യൂമൻ ക്യാരക്ടേഴ്സിലൊക്കെ മാറി പ്ലേസ് ചെയ്യപ്പെട്ടൊരു സമയമാണ്. അപ്പം ഇത്രയും സോബറായിട്ടുള്ളൊരു മ്യൂസിഷ്യൻ്റെ ഒരു ക്യാരക്ടറിലേക്ക് എത്തിപ്പെടുമ്പോൾ അത് അവർ പ്രതീക്ഷിച്ച ഒരു സിനിമ അല്ലാതായി മാറി. അങ്ങനെ അത് പ്രതീക്ഷിച്ചെത്തിയവരായിരിക്കാം അവർ. പക്ഷേ അതിനുശേഷം, കാലങ്ങൾക്ക് ശേഷം, അന്ന് ജനിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ അന്ന് തിയേറ്ററിൽ പോയി സിനിമ കാണാനുള്ള പ്രായവും പക്വതയും ഇല്ലാത്തൊരു തലമുറ ഇന്ന് അതിനെ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ കാലങ്ങളായിട്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനെ ഒരു കൾട്ട് ക്ലാസിക് എന്ന രീതിയിലൊക്കെ അവർ വിശേഷിച്ചുകൊണ്ട് നടത്തുന്ന, അവരുടെ ഇടയിൽ നടക്കുന്ന സംവാദങ്ങൾ, അഭിപ്രായ കൈമാറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ഒരുപാട് പേരിൽ നിന്നും ഈ സിനിമ വീണ്ടും വന്ന് ഒരു പുതിയ കാലത്തിലെ ഒരു സാങ്കേതികതകൾ ഉപയോഗിച്ചുകൊണ്ടൊന്ന് റീമാസ്റ്റർ ചെയ്ത് കാണാനുള്ള താല്പര്യം ഒരുപാട് പേര് അങ്ങനെ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ചർച്ചകൾ കാണുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ അതിൻ്റെ ഇൻടാക്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ഉണ്ടായിരുന്നു, സൗണ്ട് ട്രാക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഈ സിനിമ ആദ്യം കണ്ട മൊമെൻ്റ് ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് ഫസ്റ്റ് വാച്ചിൽ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. ഇപ്പോൾ പക്ഷേ സാറ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു സിനിമയ്ക്ക് പരാജയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ സാറ് പറഞ്ഞിട്ടുണ്ട് സാറിന് ഇത് വല്ലാതെ ഒലച്ചിട്ടുണ്ടെന്ന്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഇത് ഞാൻ ആദ്യത്തെ സിനിമയായിട്ട്, ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന സിനിമയായിട്ട് കൺസീവ് ചെയ്തൊരു കഥയാണ്. ഓക്കെ, സാറ് ഫസ്റ്റ് സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ആലോചിച്ചതായിരുന്നു? എൻ്റെ ആദ്യത്തെ സിനിമയ്ക്കുള്ള കഥയാണ്. അതിനുവേണ്ടിയാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയത്. 1982-83 പിന്നെ എനിക്കൊരു ഫസ്റ്റ് സിനിമയുടെ ഓഫർ നവോദയ തന്നപ്പോൾ അതിനായിട്ട് എൻ്റെ മുമ്പിലേക്ക് എത്തിയ ഒരു കഥയാണ്, ഒരു തോട്ടാണ് അത്. പിന്നെ എഴുതാനായിട്ട് ഞാൻ പത്മനാഭൻ സാറിനെ ആദ്യം സമീപിക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരക്കുകൊണ്ട് സാധിച്ചില്ല. അങ്ങനെയാണ് രഘുനാഥ് പലേരിയിലേക്ക് എത്തുന്നത്. രഘുനാഥ് പലേരി അന്ന് സിനിമകളിൽ ചെറുതായിട്ടൊക്കെ എഴുതി തുടങ്ങിയിരുന്നു, പക്ഷേ കൂടുതലായിട്ടും ഷോർട്ട് സ്റ്റോറീസൊക്കെ എഴുതുന്ന ഒരാളാണ്. പക്ഷേ രഘു അതിനു മുമ്പ് നവോദയയുടെ അവരുടെ ഒരു കാസ്റ്റിംഗ്, അവരുടെ ഒരു റൈറ്റിംഗ് കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ റൈറ്റേഴ്സിനെ തേടുന്ന ഒരു ക്യാമ്പയിനിൽ രഘു സെലക്ട് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ പക്ഷേ അവരൊരു പ്രോജക്റ്റിലേക്കൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് ഒരിക്കൽ അങ്ങനെ അദ്ദേഹത്തെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചെങ്കിൽ പോലും അദ്ദേഹമായിട്ട് തുടർന്നുള്ളൊരു ചർച്ചകളൊന്നും ഉണ്ടായില്ല. അപ്പോഴാണ് അവർ ഈ ഒരു ആവശ്യത്തിലേക്ക് രഘുവിനെ വീണ്ടും വിളിക്കുന്നതും. രഘുവും ഞാനുമായിട്ട് ഏകദേശം 1 വർഷത്തോളം ഇരുന്ന് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തതാണ്. അത് കംപ്ലീറ്റ് ആക്കി ഫൈനൽ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തു, പക്ഷേ അത് പ്രോജക്റ്റ് സംഭവിച്ചില്ല. അതിൻ്റെ റീസൺസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോഴും അറിയില്ല. അതിനുശേഷം അവർ നിർബന്ധിച്ചിട്ട് അവരുടെ ചെലവിൽ അവരെടുത്ത മുറിയിലിരുന്നാണ് 1 വർഷത്തോളം എഴുതുന്നത്. വായിച്ചു, അവർക്ക് എല്ലാവർക്കും തൃപ്തിയായി. ഇനിയും ഫൈനൽ ഒരു തീരുമാനം വരേണ്ടത് അപ്പച്ചൻ സാറിൽ നിന്നാണ്. അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി മദ്രാസിൽ പോയി ഞാനൊരു 2-3 ദിവസം ഞങ്ങളൊരുമിച്ച് അവിടെ പോയെങ്കിലും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇത് കഥ കേൾക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പൊയ്ക്കോളൂ, നമുക്ക് പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ പ്രോജക്റ്റ് അവർ വിട്ടു കഴിഞ്ഞു എന്നും. അവിടെയാണ്. അപ്പം ഞാൻ 1 വർഷത്തോളം എൻ്റെ ആദ്യത്തെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് എൻ്റെ
സമയം ഒക്കെ പോട്ടെ, അന്നൊന്നും സമയത്തിനൊത്ത വില കൽപ്പിക്കാൻ മാത്രം ആയിട്ടില്ല. പക്ഷേ ആ എഫേർട്ടുണ്ട്. പിന്നെ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലായി. കാരണം നവോദയ എന്ന് പറയുന്നത് വലിയ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ 70mm സിനിമ കഴിഞ്ഞ് ഫസ്റ്റ് സിനിമാസ്കോപ്പ് സിനിമയൊക്കെ കഴിഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ അടുത്ത സിനിമ ചെയ്യുന്ന ആളെന്ന നിലയിൽ ചർച്ചയാന്ന് വെച്ചാൽ പൊതുവേദിയിൽക്കാൾ കൂടുതൽ എൻ്റെ ക്ലോസ് സർക്കിൾ, എൻ്റെ ഫ്രണ്ട് സർക്കിൾ, എൻ്റെ ഫാമിലി സർക്കിൾ, നാട്ടുകാരിൽ ആലപ്പുഴയിലാണല്ലോ ഇത് രണ്ട്. നവോദയം ആലപ്പുഴയിലാണ്, ഞാനും ആലപ്പുഴക്കാരനാണ്. അപ്പോൾ അത്തരത്തിൽ അത് വ്യാപകമായിട്ട് പ്രചരിക്കുകയും ഞാനിങ്ങനെ അടുത്ത സിനിമ ചെയ്യാൻ പോകുന്നു. ഫാസിലും ആലപ്പുഴക്കാരനാണ്. ഫാസിൽ അവരുടെ സിനിമ, ആദ്യത്തെ സിനിമ അവരുടെ ചെയ്തു. ആ രീതിയിലുള്ളൊരു ശ്രദ്ധയിലേക്ക് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അത് ഇല്ലാതായി തീരുക എന്ന് പറയുന്നത് ഭയങ്കര സെറ്റ് ബാക്കാണ് മാനസികമായിട്ടൊക്കെ. ഞാൻ അങ്ങനെ സിനിമ വിട്ടു പോയതാണ്. പിന്നെയും നവോദയ തന്നെയാണ് എന്നെ വീണ്ടും വിളിച്ചത് മാമാട്ടിക്കുട്ടിയമ്മയിൽ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴും ഞാൻ റെഫ്യൂസ് ചെയ്തെങ്കിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അതിലേക്ക് വന്നു. അന്ന് പക്ഷേ ആർട്ടിസ്റ്റിനോടൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ലില്ല, എൻ്റെ മനസ്സിലൊരു കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അത് ഈ നിഖിൽ മഹേശ്വർ എന്ന് പറയുന്ന ക്യാരക്ടർ നസറുദ്ദീൻ ഷായാണ് നീ ഉദ്ദേശിച്ചത്. അദ്ദേഹം ഈ ഒരു വളരെ ഹൈ പ്രൊഫൈലിൽ ഹിന്ദി സിനിമകളിലൊക്കെ, പ്രത്യേകിച്ചും ഈ ഓഫ് ബീറ്റ് സിനിമകളിലും അല്ലെങ്കിൽ ഈ എന്താണ് ഒരു ആർട്ട് ഹൗസ് സിനിമകളിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ഒരാളായിരുന്നു. എനിക്ക് ആ രൂപമാണ് എന്നെ അല്ലാതെ ആകർഷിച്ചത്. പിന്നെ മാധവിയായിരുന്നു. മാധവി ഓർമ്മയ്ക്കായി എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ ചെയ്ത് മാധവിയുടെ ഒരു എന്താണ് ഒരു വളരെ ചാമിങ് ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ തന്നെ ഈ രണ്ട് പ്രായത്തിൽ ഉപയോഗിക്കാം എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പിന്നെ 2000-ന് മുമ്പിലാണ് 99 അവസാനം ഞാൻ ഉസ്താദ് എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ശേഷം, അതിനു മുമ്പ് ഞാൻ സിയാദ് കോക്കറിന് വേണ്ടിയിട്ടാണ് സമരൻ ബദ്രഹം ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആയി. കാരണം ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ സിനിമ ഇത്ര പാഷനോടെ സമീപിക്കുന്ന ഒരു പ്രൊഡ്യൂസറെ എനിക്ക് കിട്ടിയത് ആ സമയത്താണ്. മറ്റു പലരുമൊക്കെ സിനിമ ഇഷ്ടപ്പെട്ടുവെങ്കിലും സിനിമയുടെ പൂർണ്ണമായ ആ തുടക്കത്തിൻ്റെ ഫസ്റ്റ് തോട്ടിൽ നിന്ന് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. എന്താണ് അദ്ദേഹത്തിനടുത്ത് ഒരിക്കൽ കഥ പറഞ്ഞാൽ അദ്ദേഹം മറക്കത്തില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ അറിയാം. അപ്പോൾ നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത് എന്തും തരാൻ അദ്ദേഹം തയ്യാറാവും. കാരണം അതുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് അത് ഗുണകരമാകുള്ളൂ എന്നുള്ള ബോധമുണ്ട്. മറ്റു പലരും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, ഇത്രയും വേണോ, ഇത്ര പോരെ എന്നൊക്കെ ചോദിക്കുന്നില്ല. ഇതാ ചോദ്യങ്ങളേ ഇല്ല. നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ സ്വാതന്ത്ര്യത്തോടെ സിനിമ ചെയ്യാൻ പറ്റുന്നൊരു ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു സൗഹൃദവും ആ ഒരു ബോണ്ടിങ്ങും ഉണ്ടായതോടുകൂടി അടുത്ത സിനിമ എന്നെ വെച്ച് തന്നെ ചെയ്യണമെന്ന് അദ്ദേഹം നിർബന്ധമായി. അപ്പോൾ ഞാൻ ഉസ്താദ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ തൊട്ട് അദ്ദേഹം എനിക്ക് അടുത്ത സിനിമ ഉസ്താദ് തന്നെ എനിക്ക് വേണ്ടി ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, നമുക്ക് ആർട്ടിസ്റ്റുകളെയും കാര്യങ്ങളൊന്നും നോക്കണ്ട, നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമ, ഇതുവരെ കാണാത്തൊരു സിനിമ, മലയാളികൾ കാണാത്തൊരു സിനിമ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മൾ ശ്രമിക്കാം. അങ്ങനെ അപ്പോഴാണ് എൻ്റെ പട്ടത്തിലേക്ക് അങ്ങനെ ഒരു ചോദ്യത്തിൽ നിന്നാണ് എൻ്റെ മനസ്സിലേക്ക് ഈ ഒരു കഥയുടെ, ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യത്തെ സിനിമയായിട്ട് എനിക്ക് ചെയ്യാൻ വെച്ചിരുന്ന ഒരു ഉണ്ടാക്കി വെച്ചൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, അതിൻ്റെ പൂർണ്ണമായ സ്ക്രിപ്റ്റ് ഉണ്ട്, അത് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം, നമുക്ക് കേൾക്കാമെന്ന് പറഞ്ഞു. 18 വർഷം കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലുണ്ടോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. മിക്കവാറും എൻ്റെ ചെന്നൈയിലെ എൻ്റെ ഫ്ലാറ്റിലുണ്ടാവും. ഒരുപാട് ഫയൽസ്, പഴയ സ്ക്രിപ്റ്റുകളും ചെയ്ത പടങ്ങളുടെയൊക്കെ സ്ക്രിപ്റ്റുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിലെങ്ങാനും ഉണ്ടോ എന്ന് തപ്പാം. അപ്പോൾ ഇന്ന് തന്നെ മദ്രാസിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ എന്നെ ഫ്ലൈറ്റ് എടുത്ത് മദ്രാസിലേക്ക് വിടുന്നു. ഞാൻ അവിടെ ചെന്ന് വീട് മുഴുവൻ തപ്പിയെടുത്തപ്പോൾ എനിക്ക് കിട്ടി. കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. കേടുപാടുകൾ അതിനൊരു മഞ്ഞ കളറായി, പേപ്പർ വെള്ള പേപ്പറൊക്കെ ഒരു മഞ്ഞ കളറായിട്ടുണ്ട്, അതിൻ്റെ അരികുകളൊക്കെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനത് കെയർഫുള്ളായിട്ട് പാക്ക് ചെയ്തിട്ട് അടുത്ത ഫ്ലൈറ്റിൽ തിരിച്ചിവിടെ വരുന്നു. സിയാദുമായിട്ട് അപ്പോൾ രഘുവിനെ വിളിച്ചു. ഇത് കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് രഘുവിനെയും വിളിച്ചു. അപ്പോൾ രഘുവും കോഴിക്കോട് നിന്ന് വന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വായിച്ചു. സിയാദ് പറഞ്ഞു, ഇതാണ് നമ്മൾ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ കഥ യാദൃശ്ചികമായിട്ട് ഒരിക്കൽ മോഹൻലാൽ ഒരു ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് അദ്ദേഹം എയർപോർട്ടിനടുത്തൊരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ സിയാദിനെ വിളിക്കുകയും, ഇവിടുത്തെ എയർപോർട്ടല്ല, പഴയ എയർപോർട്ട്, അപ്പോൾ വെറുതെ ഇരിക്കുന്നു, ഫ്ലൈറ്റ് എപ്പോഴാണെന്ന് അറിയില്ല, ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിച്ചപ്പം ഇവിടെ എറണാകുളത്തുള്ളൊരു സുഹൃത്ത് എന്ന നിലയിൽ പെട്ടെന്ന് വിളിച്ചാണ്. അങ്ങനെ അവർ പോയിരുന്ന് വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ എന്താണ് അടുത്ത ചെയ്യുന്നത് വെച്ചപ്പോൾ ഇതിൻ്റെ കഥ പറഞ്ഞു. ഈ സിയാദിന് ഈ കഥ പൂർണ്ണമായിട്ടും അറിയാവുന്ന ഒരാളായതുകൊണ്ട് പുള്ളി വളരെ നന്നായിട്ട് പറയാൻ പറ്റി. പുള്ളി ആ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് ഞാൻ ചെയ്യുമല്ലോ, നല്ല കഥയാണല്ലോ എന്ന് പറഞ്ഞു. വളരെ കാഷ്വലായിട്ട് പറയുകയും, പക്ഷേ അതിലാരോ പിന്നെ അത് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ എൻ്റെ അടുത്ത് വരികയും
എന്തുകൊണ്ട് നമുക്ക് ലാലിനെ വെച്ച് ചെയ്യാൻ. അപ്പം ഞാനും രഘുവും അതിനെ പൂർണ്ണമായിട്ട് എതിർത്തു. കാരണം നമ്മൾ കൺസീവ് ചെയ്ത ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളുടെ ഈ പാരലൽ ലവ് സ്റ്റോറി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ലാല് വരുമ്പോൾ ഇപ്പോൾ ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് അന്ന് ലാലിനെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പാരലൽ ലവ് സ്റ്റോറി സാധ്യമല്ലാതാവും. അപ്പം നമ്മളതിനെ റിഫ്യൂസ് ചെയ്തു. ഇത് ഇങ്ങനെ തന്നെ അല്ലാതെ തന്നെ ചെയ്യേണ്ട സിനിമയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ പിന്നെ ലാലും എന്തായി എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നു നമുക്ക്. അപ്പോൾ ലാൽ അതൊരു ഫോറിൻ ടൂർ പോവുകയാണ്, തിരിച്ചു വന്നുകൊണ്ട് നമുക്കിത് ചെയ്യണം എന്നൊക്കെ പറയുന്നൊരു സമയമൊക്കെ തീരുമാനിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ലാലിന് വേണ്ടിയിട്ട് വേറൊരു കഥ കണ്ടെത്താമെന്ന് വെച്ചാൽ ഞങ്ങൾ വേറെ ആ സമയത്ത് മറ്റ് ചില കഥകളൊക്കെ കേൾക്കുകയും അതൊന്നും സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നാതിരിക്കുകയും ചെയ്തപ്പോൾ വീണ്ടും ഇവർ ഇതിലേക്ക് തന്നെ വന്നു പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന്. എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരുടെ വിചാരിച്ചാൽ അതിനെ അങ്ങോട്ടും പോയി നിങ്ങൾ പഴയ 7 വയസ്സുകാരനെ ക്യാമ്പസിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഒരു എക്സ് സ്റ്റുഡൻ്റായിട്ട് വേണേൽ കൊണ്ടുവന്നുകൂടെ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ഒരു ഓഫർ മോഹൻലാൽ എന്ന് പറയുന്നൊരു സൂപ്പർ താരം ഇങ്ങോട്ടൊരു ഡേറ്റ് ഓഫർ ചെയ്തിട്ട് എന്നെ റെഫ്യൂസ് ചെയ്തു എന്നൊക്കെ പറയുന്നൊരു അഹങ്കാരം വേണ്ട എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങി. പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് എലമെൻറ്റ്സ് കയറ്റേണ്ടി വന്നു. ആ സ്റ്റാർഡത്തെ കൂടെ ഒന്ന് കൺസിഡർ ചെയ്തുകൊണ്ട്. പക്ഷെ അത് നമ്മുടെ പൂർണ്ണ തൃപ്തിയോടുകൂടി ചെയ്തതല്ല ആ മാറ്റങ്ങൾ. പക്ഷെ കഥയെ വേറൊരു തലത്തിലാണ്. ഈ കഥയിലപ്പം സ്വാഭാവികമായിട്ടും മറ്റൊരു മാറ്റം സംഭവിച്ചത് പ്രണയത്തിന് പകരം മ്യൂസിക് അറിയാവുന്ന ഒരാളിലൂടെ മ്യൂസിക്കിലൂടെ ഈ പ്രണയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേറൊരു തോട്ടിലേക്ക് നമ്മളെ എത്തിയതല്ലേ. മ്യൂസിക് ഉണ്ട്, മ്യൂസിക് വാസ് ദെയർ. പക്ഷെ മ്യൂസിക് അല്ല പ്രധാന എലമെൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. മ്യൂസിക് ഉണ്ട്, പക്ഷേ ഈ കവിതാക്കളിലൂടെ പ്രണയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പ്രണയത്തിൻ്റെ മധുരവും വിരഹത്തിൻ്റെ വേദനയും അറിഞ്ഞവരിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചിന്തയായിരുന്നു അതുണ്ടായത്. അതിൽ നിന്നും ഇങ്ങനെ ഒരു ഡൈവേർഷനിലേക്ക് പൂർണ്ണമായിട്ടും മ്യൂസിക്കിലൂടെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് ഈ അലീന എന്ന് പറയുന്ന ആ ഒരു കോളും പാട്ടിനകത്തൊക്കെ ഉൾപ്പെടുത്തേണ്ട ഒരു ഘട്ടം വന്നത് അങ്ങനെയാണ്. അത് വേറൊരു വിധത്തിൽ ഗുണം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ അനാവശ്യമായിട്ട് ആഡ് ചെയ്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതാണ് എപ്പോഴും എനിക്കൊരു ഈ സിനിമ എപ്പോൾ കണ്ടാലും എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു കല്ലുകടി അതായിരുന്നു. കോമഡിയും അനാവശ്യമായ ചില ഫൈറ്റുകളൊക്കെ. പക്ഷെ അത് അന്നത്തെ ഒരു കൊമേഴ്ഷ്യൽ എലമെൻ്റ് എന്ന നിലയിൽ നമ്മളുടെ തെറ്റിദ്ധാരണയാണ്. അല്ലെങ്കിൽ നമ്മൾ ഫിലിം മേക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റായ ചിന്തയിൽ നിന്നുണ്ടായതാണ്. അത് ഓഡിയൻസിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഏതായാലും അത് അങ്ങനെ ചെയ്യുകയും പക്ഷേ അതിൻ്റെ മറ്റു കാര്യങ്ങളിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ അതെല്ലാം ചെയ്തു. ഞാൻ ഏറ്റവും കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. 64 ദിവസം ഞാനിത് ഷൂട്ട് ചെയ്തു. ബാക്കി എൻ്റെ ഒരു സിനിമകളും ഞാൻ 40-45 മാക്സിമം 50 ദിവസത്തിലുള്ള ഒരു സിനിമകൾ അതിന് മുമ്പ് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നിരാകരിക്കപ്പെട്ടു പോയപ്പോൾ വലിയ പ്രതീക്ഷയോടെ ഇത് സ്വീകരിക്കപ്പെടുന്ന 100% കോൺഫിഡൻസിൽ തിയേറ്ററിലെത്തുകയും ആദ്യ ഷോ കഴിയുമ്പോൾ ഇത് പൊട്ടിപ്പൊളിഞ്ഞ് താഴെ പോവുകയും ചെയ്തപ്പം എൻ്റെ ഒരു ആദ്യത്തെ ഒരു വർഷം 82-83 99-2000 വീണ്ടും ഒരു വർഷം ഇതിൻ്റെ പുറകെ ഇരുന്നു. അത് കഴിഞ്ഞ് പുതിയ റീവർക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു 2 മാസം ഇരുന്നു. അങ്ങനെയുണ്ട് 1.5 വർഷത്തോളം ഞാൻ ഇതിൻ്റെ പുറകെ നിൽക്കുകയാണ്. ഞാനും എൻ്റെ കൂടെ ഞാനാണ് എല്ലാത്തിനകത്തും ഉണ്ടായിരുന്നത്, ഞാനും രഘുവും. പക്ഷേ അത് പെട്ടെന്ന് ഇങ്ങനെ ഇല്ലാതായി തീരുകയും ഒന്നുമില്ലാതായി തീരുകയും ഒരു ആവറേജ് ഹിറ്റ് പോലും ആകാതെ പോവുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരു ഏറ്റവും വലിയ ഡിസാസ്റ്റർ എൻ്റെ കരിയറിലുണ്ടായത് ഇതാണ്. അപ്പോൾ അതാണ് എന്നെ വല്ലാതെ സെറ്റ് ബാക്ക് ചെയ്തതും. അപ്പോഴും വീണ്ടും അപ്പോൾ ഈ സിനിമ കൊണ്ട് 2 പ്രാവശ്യം സിനിമ വിട്ടുപോകാൻ ഉള്ള ചിന്തകളൊക്കെ അന്നും ആലോചിച്ചു. ഞാനില്ല, ഞാൻ വീട്ടിലൊന്നും പുറത്തൊന്നും ഇറങ്ങില്ലായിരുന്നു. സിനിമ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. കമ്മിറ്റ് ചെയ്ത സിനിമകളിൽ നിന്നൊക്കെ ഞാൻ മാറി നിന്നു. അങ്ങനെ പലരും വന്ന് പറയുകയും സംസാരിക്കുകയും അങ്ങനെയല്ല ഒരു ഫെയിലിയർ കൊണ്ട് മാറിക്കൊണ്ടതല്ല എന്നൊക്കെ പറയുമെങ്കിലും കുറച്ച് സമയം എടുത്ത് ഞാൻ റിക്കവർ ചെയ്യാനായിട്ട്. പിന്നെ ഈ ഇഷ്ടമെന്ന് പറയുന്ന സിനിമയുടെ ഒരു കഥയുമായിട്ട് കലവൂർ രവികുമാർ വരുമ്പോഴാണ് അതിൻ്റെ ഒരു തോട്ടിനകത്ത് രസം തോന്നി. ഒരു വലിയ സ്ട്രെയിൻ ഇല്ലാതെ ചെയ്യാവുന്നൊരു സിമ്പിൾ സിനിമയാണ്. അതിനകത്തൊരു ഈ അച്ഛനും മകനും പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്ന ഒരു അതിൻ്റെ ഒരു രസം വെച്ചിട്ട് ആ സിനിമ ചെയ്യുകയാണ്. പിന്നെ അങ്ങനെ റിക്കവർ ആകുമായിരുന്നു. അതെ അതെ. ഈ സിനിമയിൽ തന്നെ മാധവനായിരുന്നു ആദ്യം ചിന്തിച്ചതെന്ന് കേട്ടു. അത് ഈ രണ്ടാമത്തെ വേർഷനിലേക്ക് മാധവനിലേക്ക് നമ്മളൊരു പുതിയ ആൾക്കാരെ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. കാരണം എല്ലാവരെയും പുതിയ ആൾക്കാർ തന്നെ കാസ്റ്റ് ചെയ്യാം. ഈ അലീനയുടെ ക്യാരക്ടർ മാത്രം ആരെങ്കിലും നോൺ ആർട്ടിസ്റ്റ് എന്നുള്ള ചിന്തയിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആരോ പറഞ്ഞു ഇങ്ങനെ ഹിന്ദി സീരീൽസ് ചെയ്തുകൊണ്ടിരുന്നൊരു ആക്ടറുണ്ട്, തമിഴാണ്,
എന്നൊക്കെ പറഞ്ഞ് അതെന്നെ കാണിച്ചപ്പോൾ ഞാൻ കണ്ടു അത് അങ്ങനെയാണ് ഞാൻ ഈ അയാളുടെ ഒരു സീരിയൽ കാണുന്നത്. അപ്പോൾ അയാളെ അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്ക് അയാൾ ആ സമയത്ത് അലൈപ്പായത് എന്ന് പറയുന്ന മണിരത്നം സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാസ്റ്റ് ചെയ്യപ്പെട്ടു. അയാൾ ഏതാണ്ട് 6-8 മാസം അതിനായിട്ട് കമ്മിറ്റഡാണ്. അയാൾക്ക് വേറെ ഡേറ്റ് കൊടുക്കാൻ പാടില്ല എന്ന്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത സമയത്ത് അയാൾ കിട്ടില്ല എന്ന് മനസ്സിലായി. പുള്ളി കഥ കേട്ടിരുന്നോ? ഇല്ല. പുള്ളി ജസ്റ്റ് നമ്മളൊരു എൻക്വയറി മാത്രം നടത്തിയുള്ളൂ. അയാളുടെ എവിടെയാണ് ഇയാൾ, എങ്ങനെയാണ് ഇയാളുടെ അവൈലബിലിറ്റി ഒക്കെ ചോദിച്ചപ്പോൾ അയാൾ ഓൾറെഡി മറ്റേ പ്രോജക്റ്റിലേക്ക് കയറി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് വിട്ടു. പിന്നെ വേറെ കുറേ പേരെ നമ്മൾ ഒരു കാസ്റ്റിംഗ് കോളൊക്കെ അന്ന് വെച്ച് നടത്തി. പക്ഷേ ആരെയും കിട്ടിയില്ല. അങ്ങനെ ആ കാസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോഴാണ് മോഹൻലാലിൻ്റെ വരികയും ഇങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നത്. ഈ സിനിമ വരുമ്പോൾ തന്നെ മോഹൻലാൽ പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ കരിയറിലെ മികച്ച 10 സിനിമകൾ പറഞ്ഞാൽ ഒരെണ്ണം ദേവദൂതനായിരിക്കും. ഇത് പുള്ളിക്ക് ആ ഒരു സ്പാർക്ക് അന്നേ തോന്നിയിട്ടുണ്ടാവും അല്ലേ? ഉണ്ടാവും. കാരണം പുള്ളിയെ സംബന്ധിച്ചോളം എത്രയോ സിനിമകൾ, എത്രയോ കഥകൾ, എത്രയോ എന്താണ് ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സിനെയൊക്കെ കേൾക്കുന്നതല്ലേ. ആ ഒരു സ്പാർക്ക് എവിടെയോ പുള്ളിക്ക് കിട്ടിയ, അല്ലെങ്കിൽ പുള്ളി അങ്ങോട്ട് ഇങ്ങോട്ട് ചാടി ഓഫർ ചെയ്യുക അപൂർവമാണ്. ഞാനത് ചെയ്യാമെന്ന് പുള്ളി വന്ന് പറഞ്ഞു കേട്ടത് അപൂർവമാണ്. പുള്ളിയോടത്ത് അപ്രോച്ച് ചെയ്യുന്ന കഥകൾ പുള്ളി അനലൈസ് ചെയ്ത് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു രീതിയിൽ നിന്നും ഇത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് മുമ്പോട്ട് വയ്ക്കുന്ന, എനിക്ക് എൻ്റെ അറിവിൽ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഉണ്ടാവാം. എൻ്റെ അറിവിൽ അത് എൻ്റെ കരിയറിൽ ഞാനും അതുമായിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ ഇത് നമുക്ക് ചെയ്യാം എന്ന് പുള്ളി ഇങ്ങോട്ട് പ്രോജക്റ്റ് അത് വർക്ക് ചെയ്യാതെ പോയതാണ്. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. അന്നത്തെ പ്രേക്ഷകർ ഒരുപക്ഷെ അങ്ങനത്തെ ഒരു സിനിമ അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കാതെ പോയി. കാരണം അദ്ദേഹം അപ്പോഴത്തേക്കും നരസിംഹവും ആറന്തപുരാനൊക്കെ ചെയ്ത് വേറൊരു ലെവലിലോ ഒരു സ്റ്റാർഡത്തിലേക്ക് മാറുകയുണ്ടായി. അപ്പോൾ അത്തരം ഈ ദേവദൂതങ്ങളുടെ പേരൊക്കെ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കും. കാരണം ഈ ഏതോ ഒരു വലിയ സൂപ്പർ ഹീറോ ആണ് വരാൻ പോകണമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. പിന്നെ ആ ഒരു ഇമേജ് ഒക്കെ കാണുമ്പോഴും അതെ. അപ്പോൾ അതൊന്നും അവരെ പ്രതീക്ഷിച്ചിട്ട് ടോട്ടലായിട്ട് വളരെ സോബറായിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മൾ ആ ആക്ഷൻ സീൻസൊക്കെ അതിനകത്ത് കൊണ്ടുവന്നെങ്കിൽ പോലും അത് ആ സിനിമയുമായിട്ട് ചേർന്ന് നിൽക്കാതെ പോയതുകൊണ്ട്, പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു ഫൈറ്റൊക്കെ അതൊക്കെ ഇയാളുടെ സ്റ്റാർഡത്തെ പസിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അത് വർക്കായില്ല. ഇത് ആദ്യത്തെ ദിവസം സാർ പറഞ്ഞല്ലോ, ആദ്യം ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഫ്ലോപ്പ് ആയിരുന്നു. അന്നത്തെ അപ്പം തന്നെ അങ്ങനെ തന്നെ തോന്നിയിരുന്നു അല്ലേ? ആ ഫസ്റ്റ് ഷോ കണ്ടിട്ട് ആൾക്കാർ അതെന്താ പറയുക, നമ്മൾ ആദ്യം കാലങ്ങളിലൊക്കെ നമ്മൾ സംഭവിക്കുന്ന എൻ്റെ തുടക്കകാലത്തൊക്കെ സിനിമ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പലരും വിളിക്കും അവിടെ നിന്ന്. ലാൻഡ് ഫോണിലാണെങ്കിലും വിളി വരും. അപ്പോൾ പടം എങ്ങനെയുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പടം ഫ്ലോപ്പാന്നുള്ളതാണ്. ഓക്കെ. അത് നമ്മളെ സമാധാനിപ്പിക്കും. തരക്കേടില്ല, കുഴപ്പമില്ല എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കരുത്. പടം കൊള്ളാം, ഉഗ്രൻ എന്ന് പറഞ്ഞാൽ മാത്രമേ അത് സക്സസ് ആണെന്ന് വിചാരിക്കാൻ പാടുള്ളൂ. ഈ സിനിമയ്ക്ക് ഇറങ്ങിയ ദിവസം അന്ന് ഞാൻ ഈ ഭയങ്കര ടെൻഷൻ ഉണ്ടാകുന്ന പടങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ആകാംക്ഷയോടെ നിൽക്കുന്ന സിനിമകൾ കഴിയുന്നത് തിയേറ്ററിൽ പോകാതിരിക്കും. ഫസ്റ്റ് ഡേ പോയി കഴിയാതെ എന്താണ്, ചിലപ്പോൾ ആൾക്കാർ ചീത്ത വിളിക്കുമോ എന്നൊക്കെ പേടിയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കാറുള്ളൂ. ഞാൻ ചെന്നൈയിലാണ്. അപ്പോൾ ഒരു ഉച്ചവരെയൊക്കെയുള്ള നല്ല റെസ്പോൺസ് പറയും. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു കൊള്ളാം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ റാൻഡം പ്രൊഡ്യൂസർ വന്ന് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കും തിയേറ്ററുണ്ട്, പുള്ളിയുടെ തിയേറ്ററാണ് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു. പക്ഷേ ഒരു 3 മണി അപ്പോൾ ലാൽ എന്നെ ഉച്ചയായപ്പോൾ വിളിച്ചു. 1 മണി 1:30. ലാൽ എവിടെയോ ഷൂട്ടിങ്ങിലാണ്. അപ്പോൾ എൻ്റെ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നല്ല റിപ്പോർട്ട്സൊക്കെ വരുന്നു, ഫസ്റ്റ് ഹാഫ് വരെ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പതുക്കെ കോളുകളൊക്കെ നിന്ന്, നമുക്കറിയാം കോളുകളുടെ ഒരു ഫ്ലോ ഫ്രീക്വൻസി കുറഞ്ഞു വരുമ്പോൾ നമുക്കറിയാം ഇത് വിളിച്ച് ബുദ്ധിമുട്ടിക്കിട്ടാന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോൺ അറ്റ് ചെയ്യുമ്പോൾ ഒരു 4 കോൾ ഇങ്ങനെ വെയിറ്റിംഗ് ആയിരിക്കും. അത് ഇല്ലയെന്ന് മനസ്സിലായി. അപ്പം എന്നിട്ട് നമ്മുടെ മനസ്സുകൊണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. കാരണം നമ്മൾ അത്രമാത്രം പ്രതീക്ഷ വെച്ചാൽ, എനിക്കറിയാം ഇതിൻ്റെ പുറകിലുള്ള ഫിനാൻഷ്യൽ റിസ്ക്, പ്രൊഡ്യൂസർ എടുത്തിട്ടുള്ള റിസ്ക്, ഇതൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ നമ്മളെ ബാധിക്കാൻ തുടങ്ങും. പടത്തിൻ്റെ ഒരു തിയേറ്ററിക്കൽ ഒരു എസ്തറ്റിക്കൽ ലെവലിലുള്ള പരാജയത്തെക്കാൾ കൂടുതൽ എന്നെ അന്ന് ബാധിച്ചത് പ്രൊഡ്യൂസറുടെ ഒരു ഫൈനാൻഷ്യൽ നഷ്ടം എന്തുമാത്രം വലുതാകുമെന്നാണ് എനിക്കറിയാവുന്നതുകൊണ്ടാണ്. ഞാനൊരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല. പ്രൊഡ്യൂസറും വലിയ പ്രതീക്ഷയോടുകൂടി ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ പടത്തിന് ആവശ്യമുള്ള രീതി തന്നെ സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ക്വാളിറ്റി ഒന്നും ബാധിക്കാത്ത. അതൊക്കെ ആ റിസ്കുകളൊക്കെ എടുക്കാൻ തയ്യാറായത് ആ കോൺഫിഡൻസ് കൊണ്ടാണ്. പക്ഷെ അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒറ്റ ഷോ കൊണ്ട് ഷാറ്റേഡായി പോവുക. ഇതിങ്ങനെ ചീട്ടുകൊട്ടാരം വീണ പോലെ അങ്ങ് വീണുപോയി. അടുത്ത ഷോകൾക്ക് ആളില്ല. കാരണം അദ്ദേഹം തിയേറ്ററിലാണ്, അദ്ദേഹത്തിന് അറിയാം പെട്ടെന്ന് അടുത്ത ഷോയിലേക്ക് തിയേറ്ററിൽ ആളില്ല. മോഹൻലാലിൻ്റെ ഒരു പടം ഫസ്റ്റ് ഡേ മാറ്റിന് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഷോയ്ക്ക് ആളില്ല, സെക്കൻഡ് ഷോ, അങ്ങനെ അങ്ങ് പോവുക. ഇതങ്ങനെ ഒലിച്ചു പോകുന്ന പോലെ വലിയൊരു പ്രളയത്തിൽ ഒലിച്ചു പോകുന്ന പോലത്തെ അങ്ങ് പോയി.
അദ്ദേഹം ഡിപ്രഷനിലായി, ഞാനും ഡിപ്രഷനിലായി. മോഹൻലാലും അതേ പ്രശ്നം. ലാലിനെ പൊതുവെ കുറച്ചുകൂടെ വളരെ ബാലൻസ്ഡ് ആയിട്ട് കാര്യങ്ങളെ കാണാൻ കഴിയുന്ന ഒരാളാണ്. കാരണം എത്രയോ പടം ഓരോ ദിവസം ഇറങ്ങും, ഹിറ്റാവും, ഫ്ലോപ്പാവും. നിങ്ങൾ നിൽക്കുന്ന ഒരു തല അല്ലല്ലോ പുള്ളിയുടെയും. അല്ല, പുള്ളി അടുത്ത പടത്തിലേക്ക് കയറി അടുത്ത വർക്കിലാണ്. നമ്മളിതിനകത്ത് മാത്രം നിൽക്കുകയാണ്. ലാലിനെ സംബന്ധിച്ചോളം ഇതിനൊക്കെ ബാലൻസ്ഡ് ആയിട്ട് ഫേസ് ചെയ്യാൻ അറിയാം. പക്ഷേ ഉള്ളിൽ ഉള്ളത് പുറത്ത് കാണിക്കത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ സക്സസിനെ കുറിച്ച് അമിതമായിട്ട് അദ്ദേഹം വലിയ ഒന്നും പ്രകടിപ്പിക്കാറില്ല. പരാജയത്തെ അത് വളരെ 1-2 വാക്കുകളിൽ പറയും എന്നുള്ളൂ. പരാജയത്തും അദ്ദേഹത്തെ ബാധിച്ചതായിട്ട് അദ്ദേഹം നമ്മളെ അറിയിക്കാറില്ല. അങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. അല്ലാതെ അത് അറിയാഞ്ഞിട്ടോ അതിനെപ്പറ്റി ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടാകാഞ്ഞിട്ടോ അല്ല. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാറില്ല. അപ്പോൾ ലാലിനെ അത് ബാധിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. സക്സസ്സും ഫെയിലറും. സക്സസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് വന്ന് പറയും, നന്നായിരുന്നു കേട്ടോ, കൊള്ളാം, നമ്മൾ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു എന്നൊക്കെ പറയുന്ന ചെറിയ വാക്കുകൾ ഇതിലും. പരാജയപ്പെട്ടാൽ അങ്ങനെ അതും ഒരു സൈലൻ്റായിട്ട് അങ്ങ് വിടുകത്തേ ഉള്ളൂ. അത് ഇപ്പോൾ അന്ന് തൊട്ടുള്ള എൻ്റെ ഒരു ചിന്ത, പരാജയത്തിന് ശേഷം ഞാൻ ആലോചിച്ച ഒരു കാര്യം, ഞാൻ ചെയ്ത സിനിമ ഒരു മോശം സിനിമയല്ല. ഞങ്ങൾ കൺസീവ് ചെയ്ത സിനിമ അത് ടോട്ടലി ഡിഫറെൻ്റാണ്. അത് ലോകത്തെവിടെയും പറയാൻ പറ്റുന്നൊരു കഥയാണ്. ഇതെനിക്ക് പ്രൂവ് ചെയ്യണം എവിടെയെങ്കിലും. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാൻ എൻ്റെ ഒറിജിനൽ വേർഷൻ ഞാൻ മറ്റെവിടെയെങ്കിലും, ഏതോ ഫസ്റ്റ് വേർഷൻ ഓർ സെക്കൻഡ് വേർഷൻ, തേർഡ് വേർഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, അതാണ് ഫെയിലിയർ ആയത്. ഫസ്റ്റ് വേർഷൻ ഓർ സെക്കൻഡ് വേർഷൻ ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഷയിൽ, മലയാളമല്ലാത്ത ഏതെങ്കിലും ഭാഷയിൽ ഞാൻ ചെയ്യും. തമിഴാകാം, തെലുങ്കാകാം, ഹിന്ദി ആകാം, ഈവൻ ഹോളിവുഡിൽ നിന്നൊരു ഓഫർ വന്നാലും ഞാനത് ചെയ്യും. ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനിങ്ങനെ എൻ്റെ മുമ്പിലേക്ക് അങ്ങനെ ഒരു ഓഫർ വരുന്ന സമയത്ത് ഞാനിത് ചെയ്യുകയും ഇത് പ്രൂവ് ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ പലരോടും പറഞ്ഞു, പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് വെയിറ്റിംഗ് ആണ്. ഞാൻ അതിനായിട്ട് ഒരുപാട് വലിയ ശ്രമങ്ങളൊന്നും നടത്തിയില്ല. കാരണം വരട്ടെ, അതിനായിട്ടൊരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് പെട്ടെന്ന് ഉണ്ടാകുന്നത്. ഇതിൻ്റെ പുറകിലും ഞാൻ ആദ്യമായിട്ടൊരു എഫേർട്ടൊന്നും എടുത്തില്ല. ഇത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു ചർച്ചകളൊക്കെ വന്നതോടുകൂടി പലരും വിളിക്കാൻ തുടങ്ങി, ചോദിക്കാൻ തുടങ്ങി, അങ്ങനെ ചെയ്യുമോ, പ്രത്യേകിച്ച് സ്ഫടികം വന്നതോടുകൂടി അടുത്ത ഇതാകണമെന്നൊക്കെ പറയുന്ന ചർച്ചകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഇവിടെ നിന്നാണ്, ഇവരുടെ കോക്കേഴ്സിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ സിയാദിനെ വിളിച്ചിടോ, സിയാദിൻ്റെ മകളാണ് ഇപ്പോൾ ഇതിൻ്റെ അവരുടെ പുതിയ ഈ കമ്പനിയുടെ കാര്യങ്ങളിലേക്ക് നോക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ടീമുണ്ട്, യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ടീം, അവർ ഓൾറെഡി ഇതിന് നെഗറ്റീവ് കിട്ടുകയും ഇതിൻ്റെ സൗണ്ട് ട്രാക്ക് കിട്ടുകയും ചെയ്തപ്പോൾ അവർ ഈ വർക്ക് തുടങ്ങി ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഇങ്ങനെയൊക്കെ വേണം, ഒന്ന് കാണാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പോയി കണ്ടു. അതൊരു 3 മാസം മുമ്പാണ്. ഞാൻ പോയി കണ്ടപ്പോൾ ഞാൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പോരെ, ഇത് എഡിറ്റ് ചെയ്യണം, ഈ വേർഷൻ, പഴയ വേർഷനിൽ എനിക്കത് റീ എഡിറ്റ് ചെയ്യണം. കണ്ടൻറ്റ് പൂർണ്ണമായിട്ടും ഗംഭീരമായ എഡിറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിരുന്ന് എഡിറ്റ് ചെയ്തു. ആ എഡിറ്റ് ചെയ്ത വേർഷനാണ് ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പോൾ അതൊരു വളരെ ഡയറക്റ്റായിട്ട് ഈ കഥ മാത്രം പറഞ്ഞു പോകുന്നു. അൺവാണ്ടഡായിരുന്നു അന്ന് തോന്നിയ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. അത് കൃത്യമായിട്ട് ഇത് ആ രീതിയിൽ എഡിറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇത് മിക്സഡ് ട്രാക്കിൽ അന്ന് എഡിറ്റ് ചെയ്യുന്നത്. ഓൾറെഡി മിക്സ്ഡ് ആയിട്ട് കിടക്കുന്നൊരു ട്രാക്കാണ്. നമുക്ക് സൗണ്ടും മ്യൂസിക്കും മിക്സ്ഡായിട്ട് കിടക്കുന്നത്. അപ്പോൾ അത് ചില സ്ഥലത്തൊക്കെ നമുക്ക് അങ്ങനെ ഒരു കട്ട് ചെയ്യുമ്പോൾ സൗണ്ട് ജെർക്കൊക്കെ വരുമായിരുന്നു. അപ്പോൾ അതില്ലാത്ത രീതിയിൽ, പരിക്ക് പറ്റാത്ത രീതിയിൽ കട്ട് ചെയ്തു. പക്ഷേ അത് ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ദ കട്ട്സ്. ഇപ്പോൾ പ്രൊഡ്യൂസർ സിയാദ് കോക്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് റീമേക്ക് ചെയ്യാൻ പോലും തയ്യാറാണ് ഇനിയും. കാരണം പുള്ളിക്ക് ആ സിനിമ അത്രയും ഇഷ്ടമായിരുന്നു. ഇപ്പം പരാജയപ്പെട്ട് സങ്കടപ്പെട്ടെങ്കിലും പിന്നെ വരുന്ന ഓരോ കോളുകളും ഇന്നത്തെ ആളുകൾ കണ്ടുവരുന്നതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്നൊക്കെ. പിന്നെ അതിൻ്റെ റീമേക്ക് സാധ്യതകളൊന്നും ചിന്തിച്ചില്ല ഇടയ്ക്കൊന്നും? ഇല്ല. പിന്നെന്ന് വെച്ചാൽ അതൊരു ആരും അതിനെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം നമുക്ക് പോലും സപ്പോർട്ട് ചെയ്യാൻ തോന്നിയില്ല. കാരണം ഇത് ഈ ഒരു ഫോർമാറ്റിൽ ഇനി ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ ഓഡിയൻസ് കണ്ട ഒരു കഥയാണ് ഈ വേർഷൻ. ഇപ്പോൾ ഈ വേർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കാണാത്തൊരു ജനറേഷനെയാണ്. ഇപ്പോൾ അന്ന് ഈ സിനിമ തിയേറ്ററിലൊക്കെ എത്തുമ്പോൾ ഒരു 15 വയസ്സിനു മുകളിലുള്ളവർക്ക് ആ സിനിമ ആസ്വദിച്ചിട്ടുണ്ടാവുള്ളൂ. മറ്റു കുട്ടികളൊക്കെ ഒരു സ്കൂൾ തലത്തിലൊക്കെ നിന്ന കുട്ടികൾക്ക് അതിൻ്റെ ഒരു ഡെപ്തിൽ ആസ്വദിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവർ സ്വന്തമായിട്ടൊക്കെ കുട്ടികൾ സിനിമ കാണാൻ പോകുന്നത് പ്രീ ഡിഗ്രിയൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ +2 ഒക്കെ കഴിയുമ്പോൾ കോളേജിലൊക്കെ എത്തുമ്പോഴാണ് അവരെ കൂട്ടുകാരൊക്കെ കൂടി അങ്ങനത്തെ കണ്ട കുട്ടികളല്ല ഇപ്പോൾ ഇനി കാണാൻ വരുന്നത്. അവരന്ന് തിയേറ്ററിൽ കണ്ടിട്ടില്ല അത്. അപ്പോൾ ഇന്ന്
ഒരു 40 വയസ്സ് വരെ എത്തി നിൽക്കുന്ന ഒരു ആൾക്കാർ ഇത് തിയേറ്ററിൽ കാണാത്തവരാണ് അതിൽ ബഹുഭൂരിപക്ഷം. അല്ലെങ്കിൽ തിയേറ്ററിൽ കണ്ടിട്ട് അത് തിരിച്ചറിഞ്ഞ് ആസ്വദിക്കാൻ കഴിയാത്തവരാണ്. അവരാണ് ഇതിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ്. മറ്റുള്ളവരും വരും. മറ്റുള്ളവർ ഈ സിനിമ ഇഷ്ടപ്പെട്ടവരുണ്ട്. അന്ന് ഈ സിനിമ എന്തുകൊണ്ട് പരാജയപ്പെട്ടെന്ന് നമ്മളെപ്പോലെ തന്നെ ആശങ്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളുമായിട്ടൊരു പങ്ക് വെക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരും വരും. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഇപ്പോഴത്തെ കാലത്തെ ഈ പുതിയ കാലത്തിൻ്റെ സിനിമകളെ, ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകളെ കണ്ട് ശീലം വന്നൊരു തലമുറ ഇപ്പം നമുക്കുണ്ട്. അന്ന് അതുണ്ടായിരുന്നില്ല. ഈ കണ്ടന്റ് എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഡ്യൂറേഷനിൽ കാര്യമായ വ്യത്യാസമുണ്ടോ? കാര്യമായ കുറവുണ്ട്. കാരണം ഒരുപാട് എന്താണ് ഹ്യൂമർ, പിന്നെ ചില ഫൈറ്റ് സീക്വൻസൊക്കെ ഈ കഥയുമായിട്ട് ചേർന്ന് നിൽക്കാത്തതല്ല. നമ്മൾ ആഡ് ചെയ്ത നമ്മൾ ഫസ്റ്റ് തോട്ടിൽ നിന്നും ഇങ്ങനത്തെ ഒരു ആക്ടർ വന്നപ്പോൾ ഉണ്ടാക്കിയ മാറ്റങ്ങൾ അത് അനാവശ്യമാണെന്ന് അന്ന് പ്രേക്ഷകരും തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കതിനു മുമ്പേ തിരിച്ചറിവുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് വേണ്ട, ഇനി അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇനി അതിൻ്റെ ഒറിജിനൽ കണ്ടൻറ്റ് അവർ കാണട്ടെ, ആസ്വദിക്കട്ടെ. അത് പറ്റുന്ന രീതിയിലുള്ള എഡിറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്യൂറേഷനിൽ വ്യത്യാസം ഉണ്ടാവും. എൻ ജീവൻ എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര പെയിൻഫുൾ അത് കേൾക്കുമ്പോൾ. എനിക്കിഷ്ടമായി. ഇതിനകത്ത് എൻ ജീവനെ വിഷ്വലൈസ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ചില പാട്ടുകൾ നമ്മളെ അങ്ങനെ ഹോണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഈ കരളനിൻ കൈപിടിച്ചാൽ നമ്മൾ മെയിൻ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് പിന്നീടാണ് ചെയ്തത്. കാരണം അത് ബാക്കിയെല്ലാം മെയിൻ വർക്കും കഴിഞ്ഞ് ലാലിൻ്റെ ചെന്നൈയിൽ വന്നിട്ട് കുറച്ച് ഇൻഡോർ സ്റ്റുഡിയോയിൽ കുറച്ച് CG വർക്കുകളൊക്കെ പോലത്തെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് അതിനകത്തൊക്കെ ലാലുണ്ടായിരുന്നു. അതൊക്കെ തീർത്തിട്ട് ഇത് പിന്നീട് ബാക്കി എഡിറ്റിങ് കഴിഞ്ഞ് ബാക്കി ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. അത് വന്ന് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യും. ഈ 2 വിനീതും പിന്നെ ഒരു കുട്ടി, ആ കുട്ടിയെ കിട്ടിയിട്ടില്ല. ഇവിടെ യങ് ചെയ്യാനായിട്ടൊരു കുട്ടിയെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞിട്ടൊക്കെ പോകാമെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഒരു 1.5 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അവിടെ പോയി 1-2 മാസത്തോളം എടുത്തു തിരിച്ച് ചെന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായത് അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പിന് മാറ്റം വന്നിട്ടുണ്ട്. മുമ്പ് ഗ്രീൻ ആയിരുന്നു, കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു പീരിയഡ് ഫീല് കിട്ടുന്ന രീതിയിൽ ആ കുതിരവണ്ടി പോകുന്നിടത്തൊക്കെ കുറച്ച് ഡ്രൈ ഗ്രാസ് ഒക്കെയാണ്. പിന്നെ നമ്മൾ ഈ സെറ്റ് ഉണ്ടായിരുന്നു, ആ സെറ്റ് അവിടെ ഇൻടാക്ട് ചെയ്ത് ആ സെറ്റ് ഒന്ന് റീമോൾഡ് ചെയ്ത് അതിൻ്റെ പുറത്ത് കുറച്ച് പെബിൾ ഫിറ്റിംഗ് ഒക്കെ ചെയ്ത് പിന്നെ അവിടെ തന്നെ ഓൾറെഡി കുറേ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞിരുന്നു. അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ആ പീരീഡിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ആ മാറ്റം, അല്ലെങ്കിൽ നമ്മൾ അപ്പം ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതില്ല, ലാൻഡ്സ്കേപ്പ് നമുക്ക് വേണ്ടി കൃത്യമായിട്ടും ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അതുപോലെ ഇപ്പോൾ വിദ്യാസാഗർ സാർ പറഞ്ഞിട്ടുണ്ട് 7 bells കണ്ടപ്പോൾ ഞെട്ടിപ്പോയിന്ന്. അതിൻ്റെ ഒരു ക്രിയേഷൻ എങ്ങനെയായിരുന്നു ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ? ആ ഒരു കൺസെപ്റ്റ് രഘുവിൻ്റെതാണ്. 7 bells എന്ന് പറയുന്ന ഒരു തോട്ട് രഘുവിൻ്റെ ആദ്യത്തെ റൈറ്റിങ്ങിൽ തന്നെയുണ്ട്. പക്ഷേ അതിലൊരു ഡിസൈനിലേക്ക് വന്നത് കുറച്ച് ടൈം എടുത്തത്. ആദ്യം ശരിക്കും ഇത് ഡിസൈൻ ചെയ്തത് ആദ്യ സിനിമയുടെ ആർട്ട് ഡയറക്ടർ ആയിരുന്നതും പ്രകാശ് മൂർത്തി ആയിരുന്നു. അപ്പോൾ പ്രകാശ് മൂർത്തിയാണ് അതിൻ്റെ ബേസിക് ഡിസൈൻ ചെയ്തത്. ആ ഡ്രോയിങ് ഒക്കെ പ്രകാശ് മൂർത്തിയുടേതാണ്. പക്ഷേ പ്രകാശ് മൂർത്തിക്ക് ഒരു വലിയ പ്രോജക്റ്റ് ചെയ്തുള്ളൊരു പരിചയക്കുറവുള്ളത് കൊണ്ടും അദ്ദേഹം കുറച്ചും കൂടെ എന്താണ് വളരെ സോബറായിട്ട് ഒരു എന്താണ് വലിയൊരു പ്രഷർ താങ്ങാൻ പറ്റുന്ന ഒരാളല്ല എന്നൊക്കെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് പിന്നെ ഡയറക്ടറായിട്ട് മുത്തുരാജ് വരികയായിരുന്നു. മുത്തുരാജാണ് ഇപ്പോൾ ഇന്ത്യൻ 2 പോലെയുള്ള ഏറ്റവും വലിയ പ്രോജക്റ്റുകളൊക്കെ ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അന്ന് മുത്തുരാജ് അന്നും അറിയപ്പെടുന്ന ആളാണ്. പക്ഷേ മുത്തുരാജ് വന്നത് ചെയ്യുകയും ഈ ഡിസൈൻ ചെയ്ത് വെച്ചിരുന്ന ബെൽസിൻ്റെ ഒരു ഫൈനൽ ടച്ചൊക്കെ മുത്തുരാജാണ് ചെയ്തത്. കാരണം ഈ ചവിട്ടുമ്പോൾ ഈ ബെല്ലോസ് വരിക, ഹാർമോണിയത്തിൻ്റെ ബെല്ലോസ് വരിക, അത് വരിക, അങ്ങനെ മൊത്തം കാര്യങ്ങൾ അത് ക്രിയേറ്റ് ചെയ്തത്, അതിൻ്റെ ഫൈനൽ ഫിനിഷിങ് നടത്തിയത് ബേസിക് ഡിസൈൻ പ്രകാശ് മൂർത്തിയാണെങ്കിലും അതിൻ്റെ ഒരു ഫങ്ഷനിങ് ഏരിയയിൽ അതിനെ കുറച്ചുകൂടെ സ്മൂത്താക്കി തന്നത് മുത്തുരാജാണ്. ഈ ഇപ്പോൾ കഥകൾ കേൾക്കുമ്പോഴേ ഈ സിനിമയ്ക്ക് എന്തോ ഒരു അത്ഭുതം ഉണ്ടെന്ന് തോന്നും, എന്തോ ഒരു മാജിക് ഉണ്ടെന്ന് തോന്നും. കാരണം ചില കഥകൾ നമ്മൾ പറയില്ലേ, ഇപ്പം ആദ്യം സാറ് സിനിമ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉണ്ടായൊരു തോട്ട്, അതൊരു 18 വർഷം ചെയ്യാൻ നോക്കുമ്പോൾ ചിലർ പറയും ഔട്ട്ഡേറ്റഡ് ആയി, ഇപ്പോൾ പറ്റില്ല, ഇന്നത്തെ കാലത്ത് പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷേ അത് വന്നു. ഇപ്പം പിന്നെയും ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം 24 വർഷങ്ങൾക്ക് ശേഷം അത് ഇന്നത്തെ ഓഡിയൻസിലേക്ക് വീണ്ടും വരികയാണ്. മോഹൻലാൽ പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് എന്തോ ഒരു മാജിക് ഉണ്ട്. തീർച്ചയായിട്ടും വല്ലാത്തൊരു മാജിക് ഉണ്ട്. അതൊരു പ്രീ ഡിസ്റ്റൈൻഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അതൊരു ദൈവനിശ്ചയമാണ്. ഇതിനകത്ത് പറയുന്ന പോലെ ഇതിനകത്തൊരു വല്ലാത്ത മാജിക് കിടപ്പുണ്ടെന്നുള്ളത് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ഇതെപ്പോഴെങ്കിലും ഈ സിനിമയുടെ ഇതിലേക്ക് ഞാൻ ഞാൻ പിന്നെ ഇത് കാണാൻ ശ്രമിച്ചിട്ടില്ല ആദ്യം ഒന്നും വരുമ്പോൾ. കാരണം
അതൊക്കെ നമ്മളെ പെയിൻഫുള്ളാക്കും. അത് ഓരോ കാഴ്ചയും. ഇതിനെക്കുറിച്ച് ആൾക്കാർ കേൾക്കുമ്പോൾ സന്തോഷമുണ്ടെങ്കിൽ അതിനോടൊപ്പം നമുക്കൊരു സങ്കടമുണ്ട്. ഈ ഇത്രയും ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും ഇത് അർഹിക്കുന്നൊരു അംഗീകാരം അതിന് കിട്ടാതെ പോയി. ഇതിന് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ബെസ്റ്റ് ഫിലിം എന്താണ് ജനപ്രീതിയും കലാമേന്മയുമുള്ള ചിത്രത്തിലുള്ള അവാർഡ് കിട്ടി. ഞാൻ ആ അവാർഡ് മേടിച്ചില്ല. ഞാൻ പേടിക്കാൻ പോയില്ല. കാരണം അതിന് ജനപ്രീതി ഇല്ലായിരുന്നു. കലാമൂല്യം ഉണ്ടോ ഇല്ല എന്നുള്ളത് പോട്ടെ, ഉണ്ടാവോ ഇല്ലാവോ, പക്ഷെ ജനപ്രീതി ഇല്ലയെന്ന് എനിക്ക് ഉറപ്പാണ്. അന്ന് അവാർഡ് കിട്ടാനുള്ള യോഗ്യതയില്ല, ആ അവാർഡ് കിട്ടാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് ഞാൻ ആ അവാർഡ് വാങ്ങിയില്ല. എൻ്റെ മനസാക്ഷി അതിനെ സമ്മതിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ചലച്ചിത്ര അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലിരിക്കുമ്പോൾ അവിടെ ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് സാറിൻ്റെ ഒരു അവാർഡ് ഇവിടെ ഇരിപ്പുണ്ട്, അത് എടുത്തുകൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് അപ്പോഴാണ് അത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആ അവാർഡ് പിന്നെ കൊണ്ടുപോകുന്നത്. അതിന് 3 അവാർഡ് ഇട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് അവാർഡ്. അതിന് മ്യൂസിക് വിദ്യാസാഗറിനുണ്ട്, SP സതീഷിന് കോസ്റ്റ്യൂമിനും. സാറിന് തോന്നിയിട്ടുണ്ടോ ഈ സിനിമയായിരുന്നു സാർ ആദ്യമായിട്ട് ചെയ്യുന്നതെങ്കിലേ സാറിൻ്റെ ഒരു ട്രാക്ക് വേറെ ആവുമായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ അതുകൂടെ സൂചിപ്പിക്കാം. ചില സിനിമകൾ, ഈ സിനിമ ഇന്ന് 2000 സ്വീകരിക്കപ്പെടാതെ പോയ ഒരു സിനിമ 83 ആണ് ഷൂട്ട് ചെയ്യാൻ വെച്ചിരുന്നത്. 83 അത് സ്വീകരിക്കുമെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ആദ്യ സിനിമ പരാജയപ്പെട്ട് ഫീൽഡ് ഔട്ടായ ഒരു സംവിധായകരായി ഞാൻ മാറിയേക്കാം. അതും ദൈവത്തിൻ്റെ ഒരു കരുതലാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ആദ്യത്തെ സിനിമയിൽ ഇവനെ ഔട്ടാക്കണ്ട, എനിക്ക് ടൈം കൂടെ കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് സിനിമ പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ആൾക്കാർ പിന്നെ അതിൻ്റെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി ഒന്നും അപ്പം ചിന്തിക്കത്തില്ല, ഔട്ടാവും. പിന്നെ ചിലപ്പോൾ ആരെങ്കിലും വിളിച്ച 1-2 ഒക്കെ സിനിമ ചെയ്ത് പതുക്കെ അങ്ങ് ഫേഡായി പോയേനെ. പക്ഷേ ഇത് അതിനുള്ള അങ്ങനൊരു ഗതികേടിലേക്ക് എത്തിച്ചില്ല എന്നുള്ളതും ഈ സിനിമ നൽകിയൊരു വലിയ അനുഗ്രഹമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.